പെരിന്തൽമണ്ണയിൽ ആര് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായാലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുന്ന അന്തരീക്ഷം നിലവിലുണ്ടെന്ന് നജീബ് കാന്തപുരം എം.എൽ.എ. രാഷ്ട്രീയം നോക്കിയിട്ടല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. കേരളത്തിൽ 100-ലേറെ സീറ്റുമായി യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്നും നജീബ് കാന്തപുരം മീഡിയ വണിനോട് പറഞ്ഞു. നജീബ് കാന്തപുരം എം.എൽ.എ. ഇപ്പോൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് നമ്മൾ. താങ്കളുടെ പേര് തന്നെയാണ് പെരിന്തൽമണ്ണയിൽ കേൾക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു? അല്ല, എന്റെ പേര് കേട്ടു തുടങ്ങിയിട്ടില്ല. കാരണം പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഒരുങ്ങേണ്ടതുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി നിയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷപൂർവ്വം അതിനിയും സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പെരിന്തൽമണ്ണ. മാത്രമല്ല, നമ്മുടെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധമായി രൂപപ്പെടുന്ന കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയമുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര. അത് വെറുമൊരു യാത്ര മാത്രമല്ല, ഒരു പുതുയുഗ പിറവിയായി തീരും. വലിയ പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാലം വരും. അത് ജനങ്ങളുടെ ഒരു ഭരണം വരും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടി രാജാണ് നടന്നത്. അതിൽ നിന്ന് ഒരു ജനങ്ങളുടെ ഭരണത്തിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. 100%, 100-ലേറെ സീറ്റുമായി യു.ഡി.എഫ് അധികാരത്തിൽ വരും. അതൊരു മികച്ച ജനപിന്തുണയോടെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷം പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പാർട്ടി ഏറ്റവും കൂടുതൽ ജീർണിച്ചതിന്റെ അടയാളമായി ഇന്നിപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കുഞ്ഞികൃഷ്ണന്റെ വാർത്തകൾ നമ്മൾ കാണുന്നു. അതുപോലെ സുജാ ചന്ദ്രബാബു കൊല്ലത്ത് പാർട്ടി വിട്ടുപോരുന്നു. ഇതുവരൊക്കെ നേതൃസ്ഥാനത്ത് നിന്ന ആളുകളാണ്. ഏറ്റവും വലിയ വൈകാരികതയാണ് ഓരോ പാർട്ടിക്കും അവരുടെ പ്രവർത്തകരെന്ന് പറയുന്നത്. കൊല്ലപ്പെടുന്ന പ്രവർത്തകരെന്ന് പറയുന്നത് അതിലേറെ വൈകാരികതയാണ്. ആ വൈകാരികതയോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത വിധം CPM തോറ്റുപോകുന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി അതിനകത്ത് തന്നെ ഒരു തിരുത്തൽ ശക്തി ഉയർന്നു വരിക അനിവാര്യമാണ്. ആ തിരുത്തൽ ശക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. മണ്ഡലത്തിലേക്ക് വരുമ്പോഴേ കഴിഞ്ഞ തവണ 38 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കോടതികാരിയെ വലിയ വാർത്തയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഇനി നേരിടുകയാണെങ്കിൽ എങ്ങനെയാണ് ആത്മവിശ്വാസം? അല്ല, ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലൂടെയാണ് പെരിന്തൽമണ്ണയിൽ കടന്നു പോകുന്നത്. ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം, ആര് മത്സരിച്ചാലും യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി പെരിന്തൽമണ്ണയിൽ ആരായാലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ 5 കൊല്ലം പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന അഭിമാനം എനിക്കുണ്ട്. പെരിന്തൽമണ്ണ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇത്തവണ അവിടെ പല പ്രമുഖരുടെയൊക്കെ പേര് ഇടതുപക്ഷത്തിന്റെ കേട്ടിരുന്നു. കെടിച്ചേരിൽ ഉൾപ്പെടെയുള്ളവർ. അവിടെ ആര് വന്നാലും യു.ഡി.എഫിന് സേഫാണ്. അല്ല, ഞാൻ പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്. കാരണം ഇടതുപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാനവിക മൂല്യങ്ങളെ മുഴുവനും അവര് നിരാകരിക്കുമ്പോൾ അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇപ്പൊ യു.ഡി.എഫ് ആണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയ എതിരാളി ആരായിരുന്നാലും അത് നമ്മളുടെ ഒരു മാറ്റർ അല്ല. അത് ആ പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനമാണ്. നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ ജനങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത് അതിനുള്ള പ്രതിഫലം ജനം വോട്ടായി തരും. വോട്ട് എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സാധനമാണ്. അത് പാർട്ടിക്കൊക്കെ അതീതമായി ജനങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു കാലവുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല ആത്മവിശ്വാസമുണ്ട്. പെരിന്തൽമണ്ണ ഒരു നല്ല മാറ്റത്തിന് ഇനിയും നമുക്ക് യാത്ര തുടരേണ്ടതുണ്ട്. എന്നാലും പെരിന്തൽമണ്ണയിൽ ഇത്തവണ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. 100%. പെരിന്തൽമണ്ണയിൽ ഏത് സ്ഥാനാർത്ഥിയാണ് യു.ഡി.എഫിന്റെതെങ്കിലും അവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്ന ഒരു അരങ്ങ് ഞങ്ങൾ ഒരുക്കി കൊടുത്തത്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം യു.ഡി.എഫിന് വിജയിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തന്നെയാണ് നജീബ് കാന്തപുരം എം.എൽ.എ. പറയുന്നത്. അതും അദ്ദേഹം അല്ലെങ്കിൽ പോലും ആരാണെങ്കിലും അവിടെ യു.ഡി.എഫിന് വിജയം ഉറപ്പാണെന്ന് കൂടി നജീബ് കാന്തപുരം എം.എൽ.എ. പറഞ്ഞു വെക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടുത്തി, മീഡിയ.